ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി. ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി. നാലാമത്തെ സർഗത്തില് ബാലോപചരണം. സൗശീല്യാചാരസമ്പന്ന നിരോഗാ കരുണാവതി പ്രസാദവിനയോപേത യോഷിജാതമുപാചരേ. സൗശീല്യ ആചാരസമ്പന്ന. സൗശീല്യം നല്ല ശീലം, സൗശീല്യം. ആചാരം നല്ല ആചാരം, ഇവയിൽ സമ്പന്നയും. നിരോഗ, നിരോഗ എന്നല്ല നിരോഗ എന്ന് പറയാം, രോഗമില്ലാത്തവളും. കരുണാവതി, കരുണയുള്ളവളും. പ്രസാദ വിനയോപേത, പ്രസാദം വിനയം ഇവയോട് കൂടിയവളുമായ. യോഷിത് സ്ത്രീ, ജാതം ജനിച്ച കുഞ്ഞിനെ ഉപാചരേതു, ഉപചരിക്കണം. ആരാണ് കുഞ്ഞിനെ ഉപചരിക്കേണ്ടത്? എങ്ങനെയുള്ള ഒരു സ്ത്രീ ആയിരിക്കണം? ഇപ്പോൾ പ്രസവിച്ച ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി കുഞ്ഞിൻ്റെ കെയർ ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സഹായിയായിട്ട് എപ്പോഴും ഒരാൾ വേണം കുറച്ചു കാലത്തേക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ എങ്ങനെയുള്ള ആളായിരിക്കണം? ഒരു ക്വാളിറ്റിയുള്ള ഒരു ലേഡി ആയിരിക്കണം. കാരണം കുഞ്ഞുങ്ങളിലേക്ക് ആ ആയയുടെ മനസ്സ് ഏറ്റവും പെട്ടെന്ന് സംക്രമിക്കും. നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുന്ന ആരാണോ ആ വ്യക്തിയുടെ മനസ്സാണ് ആ കുഞ്ഞിന് കിട്ടുന്നത്. ഒരു 3 വയസ്സ് വരെയുള്ള സമയത്ത് ആ കുഞ്ഞിലെ ഏറെക്കുറെയൊക്കെ സംസ്കാരം ബാഹ്യലോകത്ത് നിന്ന് ഒപ്പിയെടുത്തിരിക്കും. അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ അടുത്ത് എപ്പോഴും സംസ്കാര സമ്പന്നയായ ഒരു സ്ത്രീയുടെ സാമീപ്യമാണ് വേണ്ടത്. അമ്മ ആ സംസ്കാര സമ്പന്നത ഗർഭിണിയാകുന്നതിന് മുമ്പേ നേടിയെടുക്കണം. ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ അമ്മ ആന്തരിക സംസ്കാരവും ബാഹ്യ ഭക്ഷണശുദ്ധിയും ഫുഡിൻ്റെ പ്യൂരിറ്റിയും ഒക്കെ ആ അമ്മ ഉണ്ടാക്കിയെടുത്തിരിക്കണം. പ്രത്യേകിച്ചും ഗർഭിണിയാകുന്ന സമയത്ത് അമ്മ കഴിക്കേണ്ടുന്ന ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ആയുർവേദ ശാസ്ത്രം പറയുന്നുണ്ട്. അതിൽ നല്ല സാത്വികമായ പാല്, നെയ്യ്, തേൻ ഒക്കെയാണ് കഴിക്കേണ്ടത്. അതുപോലുള്ള നല്ല പഴങ്ങൾ ഒക്കെ കഴിക്കണം. നല്ല പോഷകം ആ അമ്മ സാത്വികമായ ഭക്ഷണത്തിൽ നിന്ന് നേടിയെടുക്കണം. ഇതൊക്കെ ആയുർവേദ ശാസ്ത്രം പറയുന്നുണ്ട്. ഇവിടെ കുഞ്ഞ് പുറത്തു വന്നാലും ഈ കുഞ്ഞിൻ്റെ അടുത്ത് കുഞ്ഞിനെ നോക്കാൻ നിൽക്കുന്ന ആയ എന്ന് പറയുന്നത് നമ്മളൊക്കെ നാട്ടിൽ എന്ന ഏതെങ്കിലും അയൽപക്കത്തുള്ള അടുത്ത ചുറ്റുപാടുമുള്ള ഒരു സ്ത്രീ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. വിളിക്കുമ്പോഴും ആ സ്ത്രീക്ക് നന്മയുണ്ടായിരിക്കണം, അല്പമെങ്കിലും സദാചാരപരത ആയിരിക്കണം, അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളായിരിക്കണം. എന്തെങ്കിലും തരത്തിൽ സാംക്രമിക അസുഖങ്ങളുണ്ടെങ്കിൽ കുട്ടിക്ക് വരിക മാത്രമല്ല, മാനസിക അസുഖം ഉണ്ടെങ്കിൽ അതും ബാധിക്കും ആ കുട്ടിയെ. അപ്പോൾ ചെറുപ്പത്തിൽ കുട്ടിയെ പരിചരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. കരുണാവതി ആയിരിക്കണം, കാരുണ്യമുള്ള ഒരു ആയിരിക്കണം. കുട്ടി ബഹളം കൂട്ടാം, കരയാം, അപ്പോഴൊന്നും ശാസിക്കുകയോ വഴക്ക് പറയുകയോ ഒച്ച വയ്ക്കുകയോ ഒന്നും ചെയ്ത് കുട്ടിയെ കഠിനമായ വാക്കുകൾ ഉപയോഗിച്ച് ഒച്ച വെച്ച് പേടിപ്പിക്കരുത് ഒരിക്കലും. ഒരു കാലത്തും ഒരു കുഞ്ഞിനെയും നമ്മൾ ഭയപ്പെടുത്താൻ പാടില്ല. പലപ്പോഴും കുഞ്ഞിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ കുട്ടികളിൽ ഭയം ജനിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ജീവിതത്തിൽ ഭാവിയിൽ പരാജയപ്പെടുന്ന ഒരു കുട്ടിയായിരിക്കും. ആ കുട്ടിക്ക് ഒരിക്കലും ചാലഞ്ചിങ് ആയിട്ടുള്ള ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല. എന്ത് കാര്യത്തിലും ആ കുട്ടി പിന്നോട്ട് തിരിയുന്ന പ്രവണത കാണും. ഭയം അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ കുട്ടികളെ ഒരിക്കലും ഭയപ്പെടുത്തിക്കൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്, പേടിപ്പെടുത്തിക്കൊണ്ട് നിയന്ത്രിക്കരുത്. അതിലൂടെ ആ കുട്ടിയുടെ ജീവിതത്തെ നമ്മൾ തകർക്കുകയാണ് ചെയ്യുന്നത്, പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കരുണയുള്ളവളായിരിക്കണം, സഹിഷ്ണുതയുള്ളവളായിരിക്കണം. കൊച്ചുങ്ങൾ എന്തിനു വേണ്ടിയാണ് കരയുന്നത് എന്ന് ഒരായിക്ക് മനസ്സിലാക്കാൻ കഴിയണം. മൃദുവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കുട്ടിയോട് സംസാരിക്കണം. അത്തരം പ്രസാദ വിനയോപേതാഹ, പ്രസാദം, വളരെ പ്രസാദാത്മകത ഉള്ള ഒരു സ്ത്രീ, പോസിറ്റീവായിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. വിനയമുണ്ടായിരിക്കണം, ധാർഷ്ട്യം പാടില്ല, അഹങ്കാരം പാടില്ല, ധിക്കാരം പാടില്ല. അത്തരത്തിലുള്ള ഒരു ആയയുടെ സാമീപ്യത്തിൽ കുഞ്ഞ് വളരണം, കുഞ്ഞിനെ പരിചരിക്കണം ആ സ്ത്രീ. 113-ാമത്തെ ശ്ലോകം. വിശുദ്ധ മൃദുവസ്ത്രേണ സ്വാസ്തീർണേ ശയനേ ശിശും ശായയേത് പരിതഃശുദ്ധ ദ്രവ്യരമ്യേ ഗൃഹോദരേ. പരിതഃ ചുറ്റും, ശുദ്ധ ദ്രവ്യരമ്യേ പരിശുദ്ധ പദാർത്ഥങ്ങളാൽ മനോഹരമായ, ഗൃഹോദരേ ഗൃഹാന്തരഭാഗത്തിൽ, വിശുദ്ധ മൃദുവസ്ത്രേണ പരിശുദ്ധവും മൃദുവുമായ വസ്ത്രത്താൽ, സ്വാസ്തീർണേ നല്ലവണ്ണം വിരിക്കപ്പെട്ട, ശയനെ കിടക്കയിൽ, ശിശും കുഞ്ഞിനെ ശായയേത് കിടത്തണം. ആ കുഞ്ഞിനെ എവിടെ കിടത്തണം എന്ന് പറയുന്നത് ബാലോപചരണമാണിത്, ചൈൽഡ് കെയറാണ്. കുഞ്ഞിനെ കിടത്തുന്നതിൻ്റെ മുമ്പായിട്ട് ആ കുഞ്ഞിൻ്റെ ചുറ്റും വസ്തുക്കൾ, പരിശുദ്ധമായിട്ടുള്ള വസ്തുക്കളാൽ മനോഹരമായിട്ടുള്ള വസ്തുക്കൾ എപ്പോഴും വെക്കണം. കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, അതിനെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളും അതൊക്കെ വെക്കണം. പേടിപ്പിക്കുന്ന ഒന്നും വെക്കരുത് കുട്ടികളുടെ മുന്നിൽ. കുട്ടികളുടെ മുന്നിൽ ഭയം ജനിപ്പിക്കുന്ന വസ്തുക്കളൊന്നും വെക്കാൻ പാടില്ല. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വസ്തുക്കൾ വെക്കണം ഗൃഹാന്തരീക്ഷത്തിൽ. അത് വിശുദ്ധമായിരിക്കണം. ഇനി എവിടെ കിടത്തണം? മൃദുവസ്ത്രത്തിൽ കിടത്തണം. മൃദുവസ്ത്രം എന്ന് പറഞ്ഞാൽ ഫറ് പോലുള്ള വളരെ മൃദുത്വമുള്ള ആ വസ്ത്രത്തിൽ ആ കുഞ്ഞിനെ കിടത്താൻ പാടുള്ളൂ. നല്ലവണ്ണം വിരിച്ച് അത് ശരിയാക്കിയിട്ട് കുഞ്ഞിനെ കിടത്തേണ്ട ആ സ്ഥലത്ത് കിടത്തണം. ഇനി അടുത്തത് അനാശാസ്യം വജോദ്രവ്യം അമംഗലനിവേദനം അവമാനനമാടോപം ന ബാലസ്യ പ്രകാശയേ. അനാശാസ്യം വജഹ, അനാശാസ്യമായ വാക്കിനെ, യോഗ്യമല്ലാത്ത, കേൾക്കാൻ ഒരു വൃത്തികേട് തോന്നുന്ന വാക്കിന്, ദ്രവ്യം അതുപോലെ വസ്തുക്കളെ, അമംഗല നിവേദനം അസഭ്യ നിവേദനം, അവമാനനം അവമാനിക്കൽ, ആടോപം കോലാഹലം, ഇവ ബാലസ്യ ന പ്രകാശിയത്, കുഞ്ഞിൻ്റെ അടുത്ത് പ്രകാശിപ്പിക്കരുത്. ഇങ്ങനെയൊന്നും നമ്മൾ അശ്രദ്ധമായിട്ട് വാക്കുകൾ പറഞ്ഞു പോകും നമ്മളുടെ സംസ്കാരം അനുസരിച്ചിട്ട്. മിക്കവാറും ഗ്രാമങ്ങളിലൊക്കെ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ഗ്രാമത്തിലെ എല്ലാ തെറികളും അറിയാം. ചെറുപ്പം മുതൽ തന്നെ അസഭ്യം മുഴുവൻ അവർ പഠിക്കും. എന്നുവെച്ചാൽ അയൽവക്കത്തുനിന്ന് കേൾക്കും അവർ ഇവിടെ കിടന്നിട്ട്. നമ്മൾ കരുതും കുഞ്ഞ് വെറുതെ കിടക്കുകയാണെന്ന്. കുഞ്ഞൊന്നും മനസ്സിലാവില്ല. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ചില പദങ്ങൾ കേൾക്കും, അത് ആദ്യം അർത്ഥബോധമൊന്നും ഉണ്ടാകില്ല. അവരത് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കും. പിന്നെ അവർക്ക് മനസ്സിലാകും അതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. കാരണം ആ വാക്ക് കേൾക്കുമ്പോൾ മുതിർന്നവരുടെ നെറ്റി ചുളിയുന്നുണ്ട്, അവർ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം അതിലൊരു രഹസ്യമുണ്ടെന്ന് അവർ കരുതും, ഒരു നിഗൂഢതയുണ്ട്. അപ്പോൾ അവർ തമാശയായിട്ടെങ്കിലും ഇത് ആവർത്തിക്കും. കാലക്രമത്തിലാണ് അവർക്ക് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാകുന്നുള്ളൂ. അങ്ങനെ അസഭ്യമായ വാക്കുകൾ അവർ ആദ്യം ആർജിക്കും. കാരണം ആ വാക്കുകളിൽ എന്തോ ഒന്നുണ്ട് എന്ന് അവർക്കറിയാം. അതെന്താണെന്നറിയില്ല, അതൊരു കൗതുകം മാത്രമാണ്. അപ്പോൾ അനാശാസ്യമായ വാക്കുകളെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കരുത്. ദ്രവ്യം വസ്തുക്കൾ, അമംഗല നിവേദനം, അവർക്ക് അപ്പോൾ അമ്മയും അച്ഛനും പോലും പെരുമാറുന്ന സമയത്ത് കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് പെരുമാറണമെന്ന് പറയാണ്.
ആടോപം, കോലാഹലം ഉണ്ടാക്കാൻ പാടില്ല കുഞ്ഞിൻ്റെ മുന്നിൽ. അച്ഛനും അമ്മയും വഴക്കടിക്കാൻ പാടില്ല. ഇതെല്ലാം തന്നെ പറഞ്ഞു തരികയാണ്. കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു തരത്തിലുള്ള വൃത്തികേടുകളോ ബഹളങ്ങളോ വഴക്കടിക്കലുകളോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കും. ഈ കുഞ്ഞിൻ്റെ സംസ്കാരത്തെ ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന തരത്തിൽ ആണ് ആ കുഞ്ഞ് ചുറ്റുപാടുകളിൽ നിന്നെല്ലാം ആർജിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം കുഞ്ഞുങ്ങളോട് ഇടപഴകാനായിട്ട്. ഒരു വീട്ടിൽ അതുകൊണ്ട് നല്ല ഒരു അന്തരീക്ഷം, വീട് തന്നെയാണ് യൂണിവേഴ്സിറ്റി എന്ന് ഗുരു നിത്യചൈതന്യതി പറയും. നമ്മുടെ ഒരു വീട് ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറണമെന്ന്. അപ്പോൾ ആ കുഞ്ഞ് ജനിച്ചു വളരുന്നത് തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ അച്ഛനും അമ്മയും അധ്യാപകരും കൂടിയാണ്. ആ അധ്യാപകര് കുഞ്ഞിന് മാതൃകയായിട്ടിരിക്കണം എപ്പോഴും. പക്ഷെ നമ്മൾ അത്രയൊന്നും ജാഗരൂകത കാണിക്കാറില്ല. നമ്മുടെ കുഞ്ഞല്ലേ, കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷെ കുഴപ്പം ഇപ്പോഴല്ല കാണാം, അത് കുറേ കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ പരിചരിച്ചു കൊണ്ടുവന്നാൽ വലുതാകുമ്പോൾ ആ സംസ്കാരം ആ കുഞ്ഞിലുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തത് പഞ്ചമാബ്ദം ധാത്രൈവ ലാലനാചോദനാദിഭിഃ ഉപാഖ്യാനേന മഹതാം പ്രതിച്ഛന്ദാവലോകതഃ വ്യക്താക്ഷരേണ വചസാ ശുദ്ധവാസോ വിഭൂഷണൈഃ ഭോജ്യേന ശുചിനാ ബാലോ വർദ്ധനീയ പ്രയത്നതഃ. ആ പഞ്ചമാബ്ദം 5 വയസ്സ് വരെ ധാത്രിയ ഏവ, ധാത്രിയാൽ തന്നെ, ആയയാൽ തന്നെ, ബാലഹ ശിശു ലാലനാചോദനാദിഭി, ലാളനം പ്രചോദനം ഇവയാലും, പ്രതിച്ഛന്ദാവലോകത, ചിത്രങ്ങൾ പ്രതിമ മുതലായവയുടെ ദർശനത്തിൽ നിന്നും, മഹത മഹാന്മാരുടെ ഉപാഖ്യാനേന കഥയാലും, വ്യക്താക്ഷരേണ വചസ സ്ഫുടമായ വാക്കുകൊണ്ടും, ശുചിനാ ഭോജ്യേന പരിശുദ്ധമായ ആഹാരം കൊണ്ടും, ശുദ്ധവാസോ വിഭൂഷണൈഹി ശുദ്ധമായ വസ്ത്രാലങ്കാരങ്ങളാലും, പ്രയത്നത പ്രയാസപ്പെട്ട്, വർദ്ധനീയ വളർത്തപ്പെടേണ്ടതാണ്. അപ്പോൾ 5 വയസ്സ് വരെ കുഞ്ഞിനെ ധാത്രിയാൽ തന്നെ, അമ്മയാൽ തന്നെ, അമ്മ തന്നെ വളർത്തണം. ഒരായയുടെ സഹായമുണ്ടെങ്കിലും ഒരമ്മ തന്നെ വളർത്തണം. വേറൊരിടത്തിലും പറഞ്ഞയച്ച് വളർത്തരുതെന്ന. പുറത്തേക്കൊക്കെ വിടില്ല. ഇപ്പോൾ നമ്മൾ പ്ലേ സ്കൂളിൽ വിടും, അതുപോലെ ഡേ കെയറിൽ കൊണ്ടാക്കും കുട്ടികളെ. പക്ഷെ ഇവിടെ ഗുരു പറയുന്നു 5 വയസ്സ് വരെ അമ്മ തന്നെ വളർത്തണം കുട്ടിയെ. എങ്ങനെ വളർത്തണം? ലാളനം കൊടുക്കണം ഒരുപാട്. ലാളനം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ പരിസരമാണ് അമ്മയിൽ നിന്ന് കിട്ടുന്നത്. അമ്മയ്ക്ക് കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയുന്നിടത്തോളം വേറെ ആർക്കും കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അമ്മയുടെ സ്നേഹം തന്നെയാണ് 5 വയസ്സ് വരെ കുഞ്ഞിന് പോഷണമായിരിക്കുന്നത്, നറിഷ്മെൻറ്റ്. അത്തരം 5 വയസ്സ് വരെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് കിട്ടിയിട്ടുള്ള പോഷണമാണ് പിന്നീട് ആ കുഞ്ഞ് അമ്മയ്ക്ക് മാത്രമല്ല ലോകത്തിനും തിരിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആ കാലത്ത് കൊടുക്കേണ്ടുന്ന സ്നേഹം പിന്നീട് കൊടുത്തിട്ട് കാര്യമില്ല. ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു കുഞ്ഞിനെ സ്നേഹം വേണ്ടത്, പരിചരണം വേണ്ടത്, ലാളനം വേണ്ടത്, പ്രചോദനം വേണ്ടത് 5 വയസ്സ് വരെയുള്ള സമയത്താണ്. അത് അമ്മ പൂർണ്ണമായിട്ടും വേണം. അവിടെ ഒരു പൂർണ്ണമായ സമർപ്പണം അമ്മയ്ക്ക് കുഞ്ഞിലുണ്ടാകണം. ഒരു നിമിഷം പോലും അമ്മയുടെ മനസ്സ് കുഞ്ഞിൽ നിന്ന് അടർന്നു മാറാൻ പാടില്ല. അതുകൊണ്ടാണ് അമ്മമാർക്ക് സ്വാഭാവികമായിട്ട് ധ്യാനം കുഞ്ഞുണ്ടെങ്കിലുണ്ടാകും. അവർക്ക് ഈശ്വരാരാധനയൊന്നും വേണ്ട. കാരണം കുഞ്ഞ് തന്നെ ഈശ്വരനാണ് അവർക്ക്. ആ കുഞ്ഞിനെ നോക്കിയാൽ മതി, ഈശ്വരനെ കാണാം. അതുകൊണ്ട് ഈശ്വരാരാധന, ഏകാഗ്രത, ധ്യാനം ഇതൊക്കെ
ഒരു യഥാർത്ഥ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിലത് കണ്ടെത്താൻ കഴിയും. ആ കുഞ്ഞിൻ്റെ സ്വരൂപം തന്നെ അമ്മയുടെ മനസ്സിൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴൊക്കെ ഉണ്ടാകും. ആ മനസ്സ് ഏകാഗ്രമായിരിക്കും, മനസ്സ് വ്യതിചലിക്കുകയില്ല. ഭഗവാനിൽ ഭക്തി ഉറച്ചതുപോലെ അമ്മയുടെ മനസ്സ് കുഞ്ഞിൽ ഉറച്ചിരിക്കും. അപ്പം അതുകൊണ്ട് 5 വയസ്സ് വരെ ധാത്രീവ ലാലനാചോദനാദിഭിഹി, കളിപ്പിച്ചും രസിപ്പിച്ചും കുഞ്ഞിനെ വളർത്തണം. 5 വയസ്സ് വരെ കളിപ്പിച്ചും രസിപ്പിച്ചും വളർത്തണം. പിന്നെ എങ്ങനെ വളർത്തണം? പ്രതിച്ഛന്താവലോകത. പ്രതിച്ഛന്ത എന്ന് പറഞ്ഞാൽ പ്രതിബിംബങ്ങൾ. ഈശ്വരൻ്റെ ബിംബങ്ങളാകാം, ചിത്രങ്ങളാകാം, നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പാവകളാകാം. അതൊക്കെ കാണിച്ചിട്ട് അവർ രസിപ്പിക്കണം. അതൊക്കെ അവർക്ക് അവരുടെ സന്തോഷത്തെ വളർത്തും. മഹാന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം അവർക്ക്. ഭയപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞു കൊടുക്കരുത്. ചോര കുടിക്കുന്ന പ്രേതത്തിൻ്റെ കഥകളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഡ്രാക്കുളയെ കുറിച്ചല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അവരെ ഭയപ്പെടുത്തരുത്. ചെറുപ്പത്തിൽ മഹാന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം. ചരിത്രത്തിലെ മഹാന്മാരായിട്ടുള്ള പുരുഷന്മാരെ, പുരാണങ്ങളിലെ മഹാന്മാരായിട്ടുള്ള പുരുഷന്മാരെ കുറിച്ചുള്ള കഥകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് രസത്തോടുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. മഹതാം ഉപാഖ്യാനേന. അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം? വ്യക്താക്ഷരേണ വചസ. നമ്മൾ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് പോലെ ഒരിക്കലും കുഞ്ഞിൻ്റെ മുന്നിൽ സംസാരിക്കരുത്. കുഞ്ഞുങ്ങൾ ഉച്ചരിക്കുന്നത് പോലെ നമ്മൾ ആവർത്തിച്ച് ഉച്ചരിക്കുന്നത് അവരെ രസിപ്പിക്കാൻ ചെയ്യരുത്. നമ്മൾ വ്യക്തമായിട്ട് സംസാരിക്കണം. നമ്മളുടെ ഭാഷ സ്ഫുടമായിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ കുട്ടി ഭാവിയിൽ സ്ഫുടമായിട്ട് സംസാരിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരിക്കലും കുഞ്ഞുങ്ങളുടെ വാക്കുകൾ പോലെ നമ്മൾ വിക്കി പറയുകയോ കൊഞ്ഞയോടുകൂടി പറയുകയോ ഒന്നും ചെയ്യരുത്, അവരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അവർ നല്ല വണ്ണം സംസാരിക്കാൻ കഴിയാതെ വിഷമിക്കവർ. ചെറുപ്പം മുതൽ തന്നെ അച്ഛനും അമ്മയും സ്ഫുടമായി വ്യക്തതയോടുകൂടി വാക്കുകൾ ഉച്ചരിക്കണം കുട്ടിയോട് പറയുമ്പോൾ. അങ്ങനെ ആ കുട്ടിയെ വളർത്തണം. കഥകൾ പറഞ്ഞു കൊടുത്ത്, മഹാത്മാക്കളുടെ കഥകൾ പറഞ്ഞു കൊടുത്ത്, ശുചിനാഭോജ്യേന, നല്ല ആഹാരം കൊടുക്കണം, പരിശുദ്ധമായ ആഹാരം. ഇപ്പൊ പാല് പോലും കൊടുക്കുകയാണെങ്കിൽ വൃത്തിയുള്ള പാത്രത്തിൽ വൃത്തിയോടുകൂടിയിട്ട് കൊടുക്കാൻ കഴിയണം. അത്രമാത്രം ശ്രദ്ധ വേണം. ശുദ്ധവാസോ വിഭൂഷണൈഹി. വസ്ത്രങ്ങൾ, അഴുക്കായ വസ്ത്ര കുട്ടിയുടെ ശരീരത്തിൽ ഇരിക്കാൻ അനുവദിക്കരുത്. അപ്പം മാറ്റണം അത്. ശുദ്ധവസ്ത്രങ്ങൾ ഇടിക്കണം എപ്പോഴും പുതിയ വസ്ത്രങ്ങൾ. ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഒരു ദിവസം 4-5 ജോഡി വസ്ത്രം മാറേണ്ടി വരും. എന്നാലും അത് വൃത്തിയുള്ള വസ്ത്രമായിട്ടിരിക്കണം എപ്പോഴും. ഇതൊക്കെ അമ്മ ശ്രദ്ധിക്കണം. ഇത് അമ്മ ശ്രദ്ധിച്ചാൽ മാത്രമേ അമ്മയാകുള്ളൂ, അല്ലെങ്കിൽ അമ്മയാകില്ല. അങ്ങനെയാ കുഞ്ഞിനെ വളർത്തേണ്ടതെന്ന്. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. ശ്രീനാരായണ ധർമ്മത്തിൽ വളരെ പ്രധാനപ്പെട്ട പോർഷനാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം. പല അമ്മമാർക്കും ഈ അറിവ് ഒന്നുമില്ല. അവർ പ്രസവിച്ചിട്ട് ആരെയെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു പോകും. പ്രസവിക്കുന്നത് തന്നെ അവർക്ക് മടിയാണ്. പ്രസവിക്കുന്നത് അവരുടെ സൗന്ദര്യത്തിന് കോട്ടം വരുത്തും എന്ന് കരുതുന്ന അമ്മമാരുണ്ട്. അതുകൊണ്ട് അവർ പ്രസവിക്കില്ല, പകരം സിസേറിയൻ തന്നെ ചെയ്യിക്കും. കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിന് സ്തന്യം, മുല കൊടുക്കണം എന്നുള്ളത് അമ്മമാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അവരുടെ ആകാരത്തിൻ്റെ വടിവ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് അവർ മുല കൊടുക്കുകയില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു അമ്മയ്ക്ക് കിട്ടുന്ന മാതൃത്വത്തിൻ്റെ, കുഞ്ഞിൽ നിന്ന് കിട്ടുന്ന പോഷണം പോലും അമ്മയ്ക്ക് ഇല്ലാതാവും. അമ്മയിലെ മാതൃത്വം വളരുന്നില്ല. കുഞ്ഞിന് അമ്മയുടെ സാമീപ്യവും വാത്സല്യവും കിട്ടുന്നില്ല. ഇതിലൂടെ പ്രകൃതി ഒരു അമ്മയ്ക്ക് അനുഗ്രഹീതമായി നൽകിയിട്ടുള്ള സിദ്ധികളൊന്നും അമ്മയ്ക്ക് ആർജിക്കാൻ കഴിയുന്നില്ല. അത് ഇന്നത്തെ ആധുനിക ലോകത്തിലെ അമ്മമാരുടെ ഒരു ശോഷണമാണ്, ദാരിദ്ര്യം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഈ കൃതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം.